ഹലോ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് ദിവസത്തെ വൈകുന്നേരത്തെയും രാവിലത്തെയൊക്കെ വിശേഷങ്ങളായിട്ട് ഞങ്ങളിതേ വന്നിട്ടുണ്ട്. ഈയിടെയായിട്ട് ആര് പുറത്തിറങ്ങിയാലും കൂടെ ഇറങ്ങിപ്പോകുന്നൊരു ശീലം ഇങ്ങേരിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തിറക്കിയിരുത്തിയിട്ടുണ്ട്. ഇവരാണ് നമ്മുടെ വീട്ടിലെ രണ്ട് പുതിയ അതിഥികൾ. ഇത് റാണി, ഒരു പെണ്ണായക്കുട്ടിയാണ്. ആൻഡ് ദേ കുഞ്ഞിക്ക ആണാണ് കേട്ടോ. അപ്പം എന്തായാലും റാണീനെ നമുക്ക് വഴിയരികിൽ നിന്നാണ് കിട്ടി. റാണി ഫ്രം തിരുവോരം. ആൻഡ് കുഞ്ഞിക്കനെ ഒരാൾ കൊണ്ടു തന്നതാണ്. എന്തായാലും രണ്ടുപേരും ഉഷാറായിട്ട് ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് സല്ലാപ കല്ലാപങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ആൾ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് സമയം കാലമൊന്നുമില്ല. അവൾക്ക് പുറത്ത് പോകണം എന്ന് തോന്നുമ്പോൾ അവൾ അങ്ങോട്ടേക്ക് കഴിച്ചു കൊണ്ടും. ആ സമയത്ത് നമ്മളെ വീട്ടിൽ ഒഴിവുള്ളവർ അവരവരുടെ ഒഴിവനുസരിച്ച് അവൾ അങ്ങോട്ടേക്ക് കൊണ്ടു ചെല്ലുക. അതാണ് നമ്മൾ സാധാരണ ചെയ്യുക. ഇനി അടുത്ത വിസിറ്റ് തൊഴുത്തിലേക്കാണ്. തൊഴുത്തിൽ നമുക്ക് രണ്ട് പേരുണ്ടത്. ഇവനാണ് കണ്ണൻ, അല്ലെങ്കിൽ കണ്ണപ്പൻ, കണ്ണയ്യ, കണ്ണാപ്പി എന്ത് വേണേലും വിളിക്കാം, അവനതിൽ പരാതിയില്ല. ഇവനാണ് കറുപ്പയ്യ. അപ്പോൾ ഇവർ രണ്ടു പേരുമാണ് തൊഴുത്തിൽ കുഞ്ഞിപ്പെണ്ണിന് കൂട്ടായിട്ടുള്ളത്. ഇവർക്കിങ്ങനെ പുല്ലൊക്കെ എടുത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ കുഞ്ഞുനാൾ മുതലേ കാണുന്നതുകൊണ്ട് തന്നെ ആൾക്ക് പേടിയൊന്നുമില്ല ഇവരോട്. അപ്പം ഇനി അധ്വാനിക്കാനുള്ള സമയമാണ്. അപ്പം നമ്മുടെ മണ്ണിലേക്ക് നമ്മുടെ കുട്ടി കർഷകർ ഇറങ്ങിയിട്ടുണ്ട്. ഈ കർഷകർ ഇറങ്ങിയേക്കുന്നത് വേറെ ഒന്നിനുമല്ല, കല്ല് പെറുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൈസിന് തക്കതായിട്ടുള്ള രണ്ട് കല്ലുകൾ അവൾ കയ്യിലെടുത്ത് കാത്തു സൂക്ഷിക്കും. കണ്ടോ, കയ്യിൽ ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട്. ഇത് തന്നെ ഈ മണ്ണിൽ കളിച്ച് കല്ലൊക്കെ കൊണ്ടിട്ട് പറ്റിയേക്കുന്നൊരു മുറിവാണ്. പക്ഷെ അതൊന്നും ആൾക്ക് പ്രശ്നമില്ല. കണ്ടോ, കയ്യിൽ ഭദ്രമായിട്ടൊരു കുഞ്ഞു കല്ല് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആര് ചോദിച്ചാലും ആ കല്ലവൾ തരികയില്ല. ഇനി നമ്മുടെ വീടിൻ്റെ പുറകിൽ നമുക്കൊരു ചാമ്പക്ക ചെടിയുണ്ട്, അതുപോലെ തന്നെ ആത്തച്ചെടിയുണ്ട്. അപ്പോൾ ചാമ്പക്കയിലും ആത്തയിലൊക്കെ നിറയെ ആത്തയും അതുപോലെ ചാമ്പക്കയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചാമ്പയ്ക്കൊക്കെ പറിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കാരണം ആദ്യം പറിച്ചതൊക്കെ കുഞ്ഞു കൈയുടെ ഉള്ളിൽ കൂടെയൊക്കെ കുറേയൊക്കെ താഴെ വീണ് പോയി. അങ്ങനെ ഇതേ കവടി നിരത്തി വെക്കും പോലെയൊക്കെ നിരത്തി വെക്കുന്നുണ്ട്. തക്കം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പറഞ്ഞെടുത്ത് കടിച്ച് നോക്കുകയും ചെയ്യും. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മമ്മം എന്നാണ്. അപ്പോൾ ആൾക്ക് വിശന്ന് കഴിഞ്ഞാൽ ആൾ യൂസ് ചെയ്യുന്ന കോഡ് ഭാഷയാണ് മമ്മം. അമ്മേ മമ്മം എന്ന് ചോദിക്കും. നമ്മൾ കൊടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ രൂക്ഷമായിട്ട് ഇങ്ങനെ ചോദിക്കും. അമ്മേ മമ്മം താ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ലേറ്റ് ആയി കഴിഞ്ഞാൽ അടി പ്രതീക്ഷിക്കാം. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വിശപ്പെല്ലാം അടങ്ങി കുളി കഴിഞ്ഞു. ഇനി എന്ത് വേണം, സുഖമായിട്ടൊരു ഉറക്കം കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.